തന്നെ വേണ്ടേ. അല്ലാതെ ഉസ്താദെ 1500 ആണ് വറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ പലചരക്കടയിൽ കൊണ്ടുപോയിട്ട് 10 രൂപ കൊടുത്തിട്ട് ബാക്കി 22 രൂപയ്ക്ക് വറക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ തരുമോ? ഉസ്താദിന് ശമ്പളം 1500 രൂപ, ബാക്കി നല്ല വറക്കത്തുള്ള പൈസയാന്നേ. ജീവിതത്തിൽ വറക്കത്തുണ്ടാവും. മർഹബ സ്റ്റോഴ്സിൽ പോയി ഒരു മർഹബ അല്ലേ അത് പോയി 22 രൂപ കൊടുക്കണം 1 കിലോ ജയരിക്ക്. അവിടെ അദ്ദേഹത്തിന് എടുക്ക പോയിട്ട് 10 രൂപ ഉള്ളൂ, ബാക്കി 12 രൂപയ്ക്ക് വറക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? 22 രൂപ കൊടുത്താലേ മർഹബേന്ന് 1 കിലോ അരി കിട്ടുള്ളൂ. പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ, പണ്ട് ഭർത്താവ് ഗൾഫിൽ പോയി, ഭാര്യ ഇവിടുന്ന് കത്തെഴുതി, പിന്നെ എന്റെ ജീവിതത്തിൽ വലിയ കടവാണ്, പച്ചക്കറി കടയിൽ അബ്ദുൽ ഖാദർ കാക്കാക്ക് 600 രൂപ കടം, പലചരക്കടയിൽ ഗോപിനാഥിന് 200 രൂപ കടം, പാല് കടണം അണ്ണാച്ചിക്ക് 200 രൂപ കടം, പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണം മാസ്റ്ററിന് 300 രൂപ എടുക്കേണ്ട അതും കടം. അതുകൊണ്ട് മൊത്തം ഒരു 5000 രൂപ അയച്ചു തരണം. പാവപ്പെട്ടം പോയിട്ട് കുറെ നാളായുള്ളൂ, കത്തൊക്കെ വായിച്ചപ്പോൾ അവന് വലിയ വിഷമമായി, അയക്കാൻ 500 രൂപ ഇല്ല, 5000 രൂപ ഇല്ല. അപ്പൊ അവൻ തിരിച്ച് കത്തെഴുതി ഭാര്യയോട്, നീ തൽക്കാലം ക്ഷമിക്കുക, പൈസ ഒന്നും ആയിട്ടില്ല, 5000 രൂപ അയക്കാനില്ല, അതുകൊണ്ട് നിനക്ക് അത്യാവശ്യമായിട്ട് തൽക്കാലത്തേക്ക് ഒരു 5000 ചുംബനങ്ങൾ അയച്ചു തരികയാണ്. ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് പൈസ ഇല്ല, ഇതുള്ളൂ. ഭാര്യ തിരിച്ച് കത്തെഴുതി, നിങ്ങൾ അയച്ചു തന്ന 5000 എണ്ണം ഇവിടെ കിട്ടി, അതിൽ 600 എണ്ണം പച്ചക്കറി കടയിൽ മൈദീൻ കാക്കാക്ക് കൊടുത്ത്, 200 എണ്ണം പലചരക്കടയിൽ ഗോപിനാഥന് കൊടുത്ത്, പിന്നെ 600 എണ്ണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ട്യൂഷൻ മാഷിനും കൊടുത്തു. ഏതായാലും എണ്ണ വെച്ച് എറിച്ചിട്ടുണ്ട്. പൈസക്ക് പൈസയല്ലേ പറ്റുള്ളൂ, അല്ല പൈസക്ക് ഇത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആദരവായ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഭാര്യമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ചെലവിന് ഞങ്ങൾക്ക് തികയുന്നില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകനോട് യാവലാതി പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയിൽ പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് വിഷമമായി, സങ്കടമായി. എന്തിനാണ് സങ്കടം വന്നതെന്നറിയുമോ? അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവ് കൊതിക്കുന്നുവോ? അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ച് എന്നോട് ആവലാതി പറയുന്നുവോ? അവർക്ക് ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ തോന്നുന്നുവോ? അള്ളാന്റെ റസൂലിന് ദുഃഖമായി. അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ള ഭാര്യമാരോട് പിണങ്ങി. എന്നിട്ട് റസൂലുള്ള വീട്ടിൽ പോകാതെ പള്ളിയിൽ പോയി താമസിക്കാൻ തുടങ്ങി. തന്റെ ഭാര്യമാര് ദുനിയാവിന്റെ ആഡംബരം പറയുമ്പോ അള്ളാന്റെ റസൂല് പിണങ്ങി പള്ളിയിൽ പോയി കിടന്നുവത്രേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭർത്താക്കന്മാരോട് എത്ര നിങ്ങൾ പറഞ്ഞാലും ശരി, നിന്റെ ഭാര്യക്ക് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിന്റെ സ്വന്തം ഭാര്യ എപ്പോഴും നിനക്ക് ദുനിയാവിന്റെ കാര്യമാണോ പറയുന്നത്? അവൾക്ക് നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, നോമ്പില് ശ്രദ്ധയില്ല, ദിക്റില് ശ്രദ്ധയില്ല, ഖുർആൻ ഓതുന്നതിൽ ശ്രദ്ധയില്ല. അവൾക്ക് എപ്പോഴും പറയാറുള്ളത് സാരി കീറിപ്പോയി ചുരിദാർ വാങ്ങിക്കുന്ന കഥയാ, അപ്പുറത്ത് 10 സെന്റ് വാങ്ങിക്കുന്ന കഥയാ, ഗൾഫിലോട്ട് നിന്നെ പറഞ്ഞു വിടാനുള്ള കഥയാണ്. ഒരു പെണ്ണങ്ങാനും ദുനിയാവിന്റെ കാര്യത്തിൽ ആഖിറമില്ലാതെ ദുനിയാവ് മാത്രം പറഞ്ഞാൽ ഭർത്താവ് അവളോട് പിണങ്ങണം, കഴിഞ്ഞാൽ പിണങ്ങിയിട്ട് അവളെ കിടപ്പറയിൽ നിന്ന് മാറി കിടക്കണമെന്ന് അള്ളാന്റെ ഖുർആനിന്റെ സംഭവം നോക്കുക. നമ്മൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? നമ്മൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? എന്റെ പെങ്ങളെ, നിങ്ങൾ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ കാര്യം മാത്രം ഭർത്താവിനോട് പറയുന്നുവോ? ഇത് ഖുർആനാണ്, ഖുർആനാണ്. എന്റെ ഭാര്യയെപ്പോഴും സാരിയുടെ കഥയാ പറയുന്നത്, അവളെപ്പോഴും ദുനിയാവിന്റെ കഥയാ പറയുന്നത്. ഒരിക്കൽ പോലും അവള് പറഞ്ഞിട്ടില്ല നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ കുറച്ചുകൂടി വേണ്ടേ, കുറച്ചുകൂടി ദിക്ർ ചെല്ലണ്ടേ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാ മതിയോ, നാളെ ഖബറിൽ പോയി കിടക്കേണ്ടതല്ലേ? ദിവസമെങ്കിലും നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ ഇണങ്ങി. അതോടൊപ്പം എന്റെ പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കേൾക്കണോ? അർബഅത്തും മിനൻ നിസാഇ ഫിന്നാർ. 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്, 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്. സമയം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അത് ഞാൻ നാളെ പറഞ്ഞുകൊള്ളാം. അതിലൊരു വിഭാഗം പെണ്ണാരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്റുബു വന്നൂം. അവൾ ഉറക്കവും തീറ്റിയും കുടിയുമല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാത്ത പെണ്ണ്, ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാത്ത പെണ്ണ്. അവളുടെ ജോലി എന്താ? രാവിലെ മുതൽ അടുക്കളയുള്ള ജോലി ഒതുക്കിയിട്ട് ഉച്ചയാകുമ്പോൾ ളുഹർ നിസ്കരിക്കൂല, റിമോട്ടുമായി ടിവിയും കണ്ട് വൈകുന്നേരമായി കഴിയുമ്പോ സീരിയലിന് മുമ്പിലെത്തി എങ്ങനെയൊക്കെയോ കിടന്നിറങ്ങുന്ന പെണ്ണ്. അവളുടെ ആകെ ഒരേ ഒരു ചിന്ത എത്രയാ? തീറ്റയും കുടിയും ഉറക്കവും അല്ലാതെ മറ്റൊരു ജോലി അവൾക്കില്ല.
അവള് നാളെ നരകത്തിലാണെന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. തന്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ ഭർത്താവ് പിണങ്ങി മാറി കിടക്കണം. റസൂലുള്ള പള്ളിയിൽ പോയി കിടന്നു. ഭാര്യമാരുടെ അടുക്കലോട്ട് പോകാറേയില്ല. ദിവസം 1 കടന്നു, 2 കടന്നു, 3 കഴിഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകൾ കടന്നുപോയി. റസൂലുള്ള ഭാര്യമാരോട് പിണങ്ങിയ കഥ നാട് മുഴുവനും അറിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാമെന്നു. റസൂലുള്ള കാണാൻ അനുമതി കൊടുത്തില്ല. ഉമർ ഫാറൂഖ് കാണാമെന്നു അനുമതി കൊടുത്തില്ല. അലിയുൽ മുർത്തദ കാണാമെന്ന് അനുമതി കൊടുത്തില്ല. ബിലാൽ പോലും ചോദിച്ചു, ഞാനൊന്ന് വരട്ടെ നബിയെ, ഒരു സഹാബത്തിന് മുഖം കാണിക്കാറ്. റസൂലുള്ള പള്ളിക്കുള്ളിൽ ഒരു വ്യാമൂഢനായ ഒരാളോട് മിണ്ടാട്ടമില്ല, പിണങ്ങിയിരിക്കുകയാ. എന്താണെന്നറിയുമോ? ഭാര്യയെ കുറിച്ചുള്ള ചിന്തയാണ്, ഭാര്യയെ കുറിച്ചുള്ള ചിന്തയാണ്. ആയിഷ ബീവി പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു കാത്ത് ഞാൻ വഴിയോര കണ്ണുമായി കാത്തിരിക്കും, പക്ഷേ റസൂലുള്ള വരാറില്ല. എനിക്ക് തോന്നി റസൂലുള്ളയോട് ഈ കാര്യം പറയേണ്ടിയിരുന്നില്ല, ഉള്ളത് കൊണ്ട് വല്ലാതെ ജീവിച്ചു പോയാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്നവരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആയിഷ ബീവി ആർഭാടത്തിനു വേണ്ടി പറഞ്ഞതല്ല. ആയിഷ ബീവി കഷ്ടപ്പെട്ട് തന്നെയാണ് കൂടെ ജീവിച്ചത്. അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞു പോയടാ. ആയിഷ ബീവി എത്ര കഷ്ടപ്പെട്ട് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചതാണെന്നറിയുമോ? അള്ളാന്റെ റസൂൽ ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തില് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. ആയിഷ, വിശക്കുന്ന മോളെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി വീട്ടിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നു. അടുക്കളപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കാരക്ക പോലും കഴിക്കാനില്ലാതെ റസൂലുള്ള കാത്തു നിൽക്കുകയാണ്, എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് കരുതി. കുറെ കഴിയുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലാണ് കേൾക്കുന്നത്. നോക്കുമ്പോൾ ആയിഷ ബീവി മുഖം കുനിച്ചു നിന്ന് തിങ്ങി തിങ്ങി കരയുകയാണ്. അള്ളാന്റെ റസൂൽ ഓടിച്ചെന്ന് ആയിഷ ബീവിയുടെ താടിയിൽ പിടിച്ചുയർത്തുമ്പോ 2 കണ്ണുകളിലൂടെ കണ്ണുനീര് തടം തെല്ലിയാത്തെടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ ആയിഷ? റസൂലുള്ളയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് വിശന്ന് വരുന്നെന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോ തരാൻ എന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴ മരത്തിന്റെ കുരുപോലുമില്ല നബിയേ. തന്റെ ഭർത്താവ് പൊരിഞ്ഞ വയറുമായി വന്നു നിൽക്കുമ്പോ എടുത്തു കൊടുക്കാൻ ഒരു കാരക്ക പോലും കയ്യിലില്ലാതെ ആയിഷ ബീവി കരയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ കരയണ്ട മോളെ, ഇന്ന് കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ, കഴിക്കാൻ ഒരു നേരം ഭക്ഷണമില്ലാതിട്ട് സുന്നത്ത് നോമ്പ് പിടിച്ചൊരു നായകന്റെ കഥ പറയാനുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവര് ജീവിച്ചത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മസ്റൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ആയിഷ ബീവി മസ്റൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണം കൊടുക്കുകയാണ്. മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തെല്ലിയാത്തൊടുക്കുന്നു. തന്റെ ഭർത്താവിന്റെ മരണശേഷം ആയിഷ ബീവി ഭക്ഷണം കൊടുക്കുകയാണ്. മസ്റൂഖിന് കണ്ണിലൂടെ കണ്ണുനീര് പ്രവഹിക്കുകയാണ്, ഒരു തൊടല് പോലെ. മസ്റൂഖ് ചോദിച്ചു, എന്തിനാ ഉമ്മുൽ മുഅ്മിനീൻ കരയുന്നത് എന്തിനാ? ആ സമയത്ത് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താന്നറിയുമോ പെങ്ങളെ? മസ്റൂഖ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ധാരാളമായി കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്. 10 പേര് വന്നാലും എടുത്തു വിളമ്പി കൊടുക്കാൻ ആയിഷയുടെ വീട്ടില് ഭക്ഷണമുണ്ട്. പക്ഷേ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ എന്റെ റസൂലുള്ളാഹിനെ ഓർത്തുപോയി. എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ജീവിതം ഞാൻ ഓർത്തുപോയി. എന്റെ ഭർത്താവിന്റെ മുമ്പിൽ പൊരിഞ്ഞ വയറുമായി വന്നിട്ട് ഒരു കാരക്കയുടെ കീറെടുത്ത് കൊടുക്കാൻ എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ആ കാര്യം ഞാൻ ഓർത്തുപോയി. ഇന്ന് എത്രയോ സുഭിക്ഷതയാണ് നമുക്കെന്ന് പറഞ്ഞ് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയേറെ കട്ടപ്പാടിലും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആഡംബരത്തിന് വേണ്ടി പറഞ്ഞതല്ല, ആർഭാടത്തിന് വേണ്ടി ചോദിച്ചതല്ല, സഹിക്കാൻ കഴിയാതെ പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹിയുടെ വിയോഗാനന്തരം ആയിഷ ബീവി കൂട്ടുകാരികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ഒരിക്കൽ വല്ലാത്ത സന്ധ്യാസമയം, വെളിച്ചമില്ല, ഞാൻ തുന്നിക്കൊണ്ടിരിക്കുക
കുത്തുകയാണ് സൂചി കൊണ്ട്. ആ സൂചി എന്റെ വിരലിൽ തുളച്ചു കയറി, എന്റെ വിരലിലൂടെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് റസൂലുള്ളാഹിയോട് ആവലാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇവിടുത്തെ ഉമിനീരെന്റെ മുറിവിൽ തൊട്ടു തന്നപ്പോ എന്റെ മുറിവ് മുഴുവനും ഭേദമായി പോയി. ഇത് കേട്ട കൂട്ടുകാരി വെറുതെ ചോദിച്ചവത്രേ, ആയിഷ ഇരുട്ട് നേരത്ത് നോക്കിയത് കൊണ്ടല്ലേ കയ്യിൽ സൂചി കയറിയത്? നിനക്ക് ആ സമയത്തൊന്ന് വിളക്ക് കത്തിച്ചിട്ട് നോക്കിക്കൂടായിരുന്നോ? ഓ സമയത്ത് ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ആയിഷ ബീവി പറയുകയാണ്, എന്താ ചോദിച്ചത്? വിളക്ക് കത്തിച്ചിട്ട് നോക്കുവാനോ? ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് വിളക്ക് കത്തിക്കാനുള്ള മണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങളുടെ ദാഹം തീർക്കുമായിരുന്നു. വിളക്ക് കത്തിക്കാൻ എണ്ണ പോയിട്ട് കുടിക്കാനുള്ള പച്ചവെള്ളം പോലും വീട്ടിലില്ലാത്ത അവസ്ഥ. രാത്രിയിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ ഇരുട്ടത്തിരുന്ന് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. സന്തോഷത്തിലും സന്താപത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിൽ കൈപിടിച്ചു ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ ഭർത്താവിന്റെ എല്ലാ ഇല്ലായ്മകളിലും ഓരം പറ്റി ചേർന്ന് നടന്ന ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഇല്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിക്കണ്ട എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. റസൂലുള്ള ദുഃഖത്തോടെ പള്ളിയിലിരിക്കുമ്പോ അതാ റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അതാ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിറങ്ങി, നബിയേ, ഓ നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹന ജമീലാ. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കൂ, ഇൻകുന്തുന്ന തുരിദിനൽ ഹയാത ദുനിയാ വസീനതഹാ, ഈ ദുനിയാവും അതിന്റെ ആഡംബരവുമാണോ അവർക്ക് വേണ്ടത്? ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചൊടുങ്ങിയാ മതിയോ? ഫതആലൈന, പെണ്ണുങ്ങളോട് വരാൻ പറയും നബിയേ, ആയിഷയോട് വരാൻ പറയും നബിയേ, ഉമ്മു സലമയോട് വരാൻ പറയും നബിയേ, സൈനബിനോട് വരാൻ പറയും നബിയേ. അവരെ മാന്യമായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടേരെ നബിയേ, അവരിഷ്ടമുള്ളതുപോലെ ദുനിയാവിൽ ജീവിച്ചോട്ടെ. അള്ളാഹുവിനെ വിളിക്ക് നബി ആ പെണ്ണുങ്ങളെ. ആയിഷയോടും സൈനബിനോടൊക്കെ വരാൻ പറ, അവരെ ഒഴിവാക്കി വിട്ടേരെ, അവരെങ്ങനെയെങ്കിലും ദുനിയാവിന് വേണ്ടി ജീവിച്ചോട്ടെ. അതല്ല, ദുനിയാവും അല്ല, അതിന്റെ ആഡംബരമല്ല, പിന്നെന്ത് വേണം? وَإِن كُنتُنَّ تُرِدْنَ اللَّهَ وَرَسُولَهُ وَالدَّارَ الْآخِرَةَ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വദ്ദാറൽ ആഖിറ, നാളെ സ്വർഗത്തിലൊരു ഭവനവുമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവരോട് പറയും നബിയേ, അല്ലാഹുവിന്റെ ത്യാഗത്തിന് പകരം കൊടുക്കുമെന്ന് പറയും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇറങ്ങേണ്ട താമസം റസൂലുള്ള പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് നടക്കുകയാണ്. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ നിഴൽ വെളിച്ചം കാണുമ്പോ ആയിഷ ബീവി ഓടി വന്ന് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു പറയുന്നു, ഓ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, പിണങ്ങിയോ നബിയേ? ഓടി വന്ന് കയ്യിൽ പിടിച്ചു ഭാര്യ പറയുമ്പോ റസൂലുള്ള ദേഷ്യത്തോട് പറഞ്ഞു, മാറി നിൽക്ക ആയിഷ, ആയിഷ മാറി നിൽക്ക ആയിഷ. പേടിയോടെ ആയിഷ ബീവി മാറി നിന്നു. അല്ലാഹുവിന്റെ റസൂൽ വന്നു, ഖുർആനിൽ അല്ലാഹു 2 ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞു കൊടുത്തുക, ദുനിയാവും അതിന്റെ ആഡംബരവും തരാം, അതല്ലെങ്കിലോ അല്ലാഹുവിനെ സ്വർഗവും തരാം. ഏതാ വേണ്ടതെന്ന്